ശ്രീമദ് ദേവി ഭാഗവതം 12-ാം അധ്യായം. സൂതൻ. ഉരപെരിയ സുകൃതി സുവദാന്യൻ പുരൂരവസ്സുണ്ടായി ഇളയിൽ ബുധനുതനൂജനായി മഹിതര സമയം അവികലാത്ഭുതമക്കഥമാമുനി മുഖ്യരേ ചൊല്ലാം ചുരുക്കി ഞാൻ. സുധി വിജിതകരണനതി സത്യവാനുത്തമൻ സ്യുദ്യുമ്നനെന്നു പേരായ മഹീപതി കരളിലതി കുതുകമൊടുവില്ലും ശരങ്ങളും കൈക്കൊണ്ടു ചട്ടയുമിട്ടു സന്നദ്ധനായി നിജയവനവരതുരകമേറിയങ്ങേകദാ നീടുറ്റ മന്ത്രിസേനാ സഹായത്തോടെ അതിഭയദമടവി ആദിലഞ്ജസാ പൂകിനാൻ ഖേടലീല ഇലാസക്തചിത്തനായി. കരടി പുലിമുയൽ കടുവ എട്ടടിമാൻ മൃഗം കാട്ടുപോത്താദിയായുള്ള മൃഗങ്ങളെ കലിതര സമവനിപതി കൊന്നങ്ങനെ കാനനം നീളി നടന്നു ചെന്നെത്തിനാൻ. മികവുടയ കനകമയമേരുവിൻ സാനുവിൽ മിന്നും കുമാരാഖ്യമായൊരടവിയിൽ വിവിധ തരുലതകൾ കുയിൽനാദങ്ങൾ സൗരഭം വീശി വിടരും സുമങ്ങൾ കുഞ്ചങ്ങളും അളികളുടെ കളമധുരഗാനമേളങ്ങളും അന്നങ്ങൾ തൊട്ടവരേണ്യഖഗങ്ങളും പലതുമിവ ഭവികതരമായിണങ്ങിടുന്ന പാവനമാവനം കണ്ടു സന്തുഷ്ടനായി. വിരയിലനുപമരുചിരമാമതിനുള്ളിലായി വീതസന്ദേഹം കടന്നാൻ നൃപാലകൻ. അധപറകിലധികമതു വിസ്മയം ഭൂപനുമശ്വവുമങ്കനാരൂപമായി തീർന്നുപോയി. പുനരവനിവരനുമിതുമട്ടു ചിന്തിക്കയായി പോകുന്നതെങ്ങനെ പെണ്ണായിപ്പുരത്തിൽ ഞാൻ. ഏതു നിലയിൽ മഹിയെ ഇനിമേൽ ഭരിക്കുന്നതുമെന്നെ ഈ വണ്ണം ചതിച്ചതാരാകുമോ? സുചിരം അനുനിമിഷമിതു ചിന്തിച്ചു സുദ്യുമ്നനാർന്നു സന്താപവും ലജ്ജയും. ഋഷികൾ. സുരമഹിമ തടവുമൊരു സുദ്യുമ്നനാം നൃപൻ സുന്ദരിപ്പെണ്ണായി ചമഞ്ഞവാറെങ്ങനെ അടവിയിലിതുപടി വരാനുമെന്തേ വഴി ആശ്ചര്യം അക്കഥ ചൊൽക സൂതാ ഭവാൻ. സൂതൻ. സനകമുഖമുനി നികരമുടിമണികളേകദാ സാമ്പനാമീശനെ കാണുവാൻ ചെന്നിതേ. അതുപൊഴുതിലജലമകൾ വല്ലഭൻ ദേവിയൊത്തങ്കജക്രീഡോന്മുഖനായിരുന്നു താൻ. കണവനുടെ തിരുമടിയിലുടുപുടവയെന്നിയെ കാമം രസിച്ചിരിക്കുന്ന കാത്യായനീ. കവിയുമതിവിവശതയൊടമ്മാമുനീന്ദ്രരെ കണ്ടു നാണിച്ചെഴുന്നേറ്റു ചെന്നഞ്ജസാ അതിരഭസമണിപുടവ ചാർത്തി നിന്നാളകന്നാനനം വ്രീളാഭരത്താൽ കുനിച്ചവൾ.
അവരെയതു പൊഴുതവിടെയാവിധം കാൺകയാലാശു തിരിച്ചു പോന്നാർ സനകാദികൾ. തദനു ഹൃദി പെരുകുമതി ലജ്ജ കൊണ്ടേറ്റവും താന്തയാം ദേവിയോടോതി ഗംഗാധരൻ. മമ കമനീ മധുമധുരഭാഷിണീ വേണ്ടടോ മാലകത്തേതുമേ മാനിനീ രത്നമേ. ഇവിടെ ഇനിയൊളി തടവുമി പൂവനികയിൽ ഇന്നു തൊട്ടേതൊരാൾ വന്നകം പോകുമോ. അവനമൃതമധുമൊഴി ആരുതാനാകിലും അന്നിമിഷത്തിലൊരങ്കനയായി വരും. അകതളിരിലിഴലാഴല അകജയാണ്ടതാറിടുവാനാവിധം ശാപമൊന്നിട്ടു മഹേശ്വരൻ. വിവരമതു ചെറുതുമറിയാതങ്ങു ചെൽകയാൽ വിശംബരാധിപനുണ്ടായി വിപത്തിതു. സുദതിയുടെ വടിവിൽ നിജമാമ്പുരം പോകുവാൻ ശുദ്ധ്യുന്നനാധിയും നാണവും വാക്യയാൽ അവശമതി അവിടെ ഇളയെന്ന നാമത്തോടെ ആ വനപ്രാന്തത്തിൽ നീളേ നടക്കയായി. ബുധനമൃതകരതനയനക്കാലമാവനം പുക്കവൻ കണ്ടാൻ അകസ്മാതിളയെയും കരൾ കവരും അഴകു മൂരുഭാവഭാവങ്ങളും കൈക്കൊണ്ടു തോഴിമാരൊത്തവിടങ്ങനെ കഴിയുമതി സുഭഗവതി ഇളയ വിധുനന്ദനൻ കണ്ടു കാമിച്ചവൾ താനെന്നവനെയും. ഇരുവരവരൊരു നിലയിലുൾപ്രേമബദ്ധരായിച്ച പോൽ തമ്മിലടുത്തു പുണർന്നിതേ. പെരുതഴകു തടവുമൊരു പുത്രനെ പിന്നവൾ പെറ്റ വന്നിട്ടു പുരൂരവസ്സെന്നു പേർ. അനവരതമിളതനത്തു ഗുരുവെയോർത്തുകൊണ്ട കാട്ടിലങ്ങനെ പിന്നെയും മേവിനാൾ. വിരവിൽ മുനിസമുദയവരേണ്യൻ വസിഷ്ഠനും വൃത്താന്തമെല്ലാം അറിഞ്ഞു ഗിരീശനെ പ്രകടതര ദൃഢ വിമല ഭക്തിസ്തുതികളാൽ പ്രാർത്ഥിച്ചു പ്രത്യക്ഷനായിതു ശങ്കരൻ.